ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ തൃശ്ശൂർ പോവാണ് ഗൈസ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പോവാണ്. അവിടെ ഒരു ഓഫ് റോഡ് ഇവൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് തന്നെ, സെയിം സംഭവം തന്നെ. ഇപ്പോൾ വീഡിയോ ഷൂട്ടിന് വേണ്ടി പോവാണ്. ഇപ്പോഴും നിഖിലുണ്ട്, പിന്നെ വേറെ ജോഷനൊന്നുമില്ല ഇത്തവണ. വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അവരെല്ലാം വന്നു, ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി വന്നപ്പോഴത്തേക്ക്. ഗൈസ്, ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഫ്രണ്ട് അവൻ ഇന്നലെ രാത്രി 12 വരെ അവൻ്റെ കൊച്ചുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉറങ്ങിയതേ ഉള്ളൂ. അപ്പം അവനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അവൻ്റെ വീണ്ടും മുമ്പ് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ കാർ കിടപ്പുണ്ട്, കാർന്ന് കാണിച്ചു വീഴുന്നുണ്ട്. ഇതാണ് അളിയൻ. പെട്ടെന്ന് വേണം. ഈ കള്ളമാറ് കാരണം ഞങ്ങൾക്ക് ഒരു നീ ഫ്രണ്ടിൽ കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോടാ, ഫ്രണ്ടിൽ കയറാ. എന്നാ ഓക്കെ. വിഷ്ണു വിളിച്ചിട്ടില്ല. അപ്പം നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത് ഗൈസ് ഈ അമ്പാടി വെള്ളയാണ് താമസിച്ചത്. വീട്ടിലെന്ന് പറഞ്ഞ അമ്പാടി ഒന്നും കാണത്തില്ല. ഇനി നമുക്കിനി അവിടെ ചെന്നിട്ടുള്ളത് ക്ലാരിറ്റി കാണണം. ഫോണിന്റെ ക്ലാരിറ്റി കാരണമല്ല, ഇരുട്ടായോണ്ടെന്ന് അറിയാം. അപ്പോൾ ഭയങ്കര ബ്രില്യന്റ് ആണല്ലോ വിഷ്ണു. സെൽഫി എടുത്ത് റോഡാണല്ലോ കാണുന്നത്. ഇതിപ്പോ റോഡ് ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടോ? ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. ഇടുമ്പോ ഇത് കണ്ടാ മതി. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്, അഴീക്കോട് ബീച്ച്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അഴീക്കൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അഴീക്കോട് ബീച്ചിലെത്തിയിരിക്കുകയാണ്. മുന്നക്കൽ ബീച്ച്. അതാണ് നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. ഒരു പാർക്ക് സെറ്റപ്പും. നമ്മുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇവിടെയാണ് ഗൈസ്. ഇവിടെയാണ് മറ്റേ ട്രാക്കെന്ന് തോന്നുന്നു. പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. 10:30 ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഫ്ലാഗ് ഓഫ്. അത് കാണിക്കാം ഗൈസ്. എപ്പോഴാണോ പരിപാടി തുടങ്ങുന്നതെന്നും അറിയത്തില്ല. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇപ്പോൾ എങ്ങനെയാണ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ഭയങ്കര വെയിലാണ്. തല കറങ്ങിയൊന്ന് വീഴായിരുന്നു അറിയായിരുന്നു. വണ്ടിയൊക്കെ തന്നെ അവിടെ കിടപ്പുണ്ട്. അവിടെ മറ്റേ നിക് ബുൾഡോസറിൻ്റെ ഒക്കെ വണ്ടി ഉണ്ടല്ലേ, പോണ്ട നടക്കും. ആ പച്ച വണ്ടിയെ പുള്ളിയുടെ. ഗൈസ്, നമ്മളിതാ ഒരു റാംഗ്ലർ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഫ്ലാഗ് ഓഫ് ആയെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. കൊച്ചിയിലൊരു കപ്പലെടുത്ത് കല പോലെ ബാറ്ററി തന്നല്ലോ. പോട്ടാണ് ഇത് മൊത്തം ഇത് പൈൻമരം തന്നെ അല്ലേടാ. ഇത് ആണെന്ന് തോന്നുന്നു. ഇതല്ലേ മറ്റേ വാഗോണ്ടുള്ള സംഭവം. വാഗോണ്ട് മറ്റേ ഇതിൻ്റെ ആണെന്ന് ഇത് മൊത്തം. ഈ മരത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല, എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സെറ്റായി. ഇതാണ് നമ്മുടെ ഇതെന്തുവാണ് ഇത് കാണിക്കുന്നത്. ഓണാക്കി വെച്ചേക്കുക. അല്ല, അവരെ എടുക്കുക. നമ്മുടെ ഫോട്ടോഗ്രാഫി നിൽക്കും, അതറിയാം എല്ലാവർക്കും. അപ്പുറത്തിരിക്കുന്ന മണ്ടനാണ് അസിസ്റ്റൻ്റ് ഓഫ് ക്യാമറമാൻ. നമ്മുടെ തുടങ്ങുന്ന സ്ഥലം ഇതാണ് ഗൈസ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതുവഴിയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എങ്ങനെയാണ് പോള പുല്ല് ഇറങ്ങി. പിന്നെ ലാസ്റ്റ് വരുന്നതാണ്ട് ഈ വഴിയാണെന്നറിയാം. അടുത്ത വണ്ടി വന്നു. ജിംനിയാന്ന് തോന്നുന്നു കേട്ടാ. കാണ്ട നടക്കുന്നു.
എല്ലാം വേണം. വട്ടം വിട്ട് പറക്കുന്നത് പരുന്ത് ഗൈസ്. വീണ്ടും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പുറത്ത് പോയി ഇരുന്നായിരുന്നെങ്കിൽ മറ്റേ ജിമ്മിന് പോകുന്ന വീഡിയോ എങ്കിലും എടുക്കായിരുന്നു പണ്ടാരം. അവിടെ തോന്നുന്നു കുറച്ചുകൂടെ നല്ലതല്ലേ ഈ ട്രാക്കിനേക്കാളും നല്ലത്. വണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നിക് ബുൾഡോസറിൻ്റെ വണ്ടിയാണ് ഗൈസ്. കിഡിലെന്നൊരു താറാവ്. പുള്ളി ഹെവിയാണ്. ഇവിടെ വരുന്ന വീഡിയോ എടുക്കാം നമുക്ക്. 1 minute. ആരുടെ കൂടെ ഇരിക്കണേ? കടൽ കണ്ടുപിടിക്കാൻ വലിയ സുഖമൊന്നുമില്ല. വാ ഇവിടെ കാണാൻ വന്നിരിക്കാം. വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. കാലേ മൊത്തം മണ്ണാകും. അതുകൊണ്ടൊരു ഇത് എന്തെങ്കിലുമൊക്കെ പറ മോനെ. ഹലോ ഗായ്സ്, ദിസ് ഈസ് മുന്നക്കൽ ബീച്ച്. ഇതാണ് ഗായ്സ് മുന്നക്കൽ ബീച്ച്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അഴകി ഇലയില്ല ആ പാട്ടൊക്കെ പാടിയിട്ടു. അവിടെ നിന്ന് നോക്കുന്നവർക്ക് നമ്മളെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു. ഈ ഉപ്പുവെള്ളത്തിലാണ്. ഈ ഉപ്പുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ അറിയോ? എന്തോ മേല് മൊത്തം പിന്നെ ഒട്ടും. പിന്നെ വേറെ വെള്ളത്തിൽ പോയി കുളിച്ചാൽ പോലെ. അത് പ്രാന്താണ്. വരയില്ല എഴുതി വെച്ചാൽ അങ്ങനെ മടങ്ങി ഗൈസ്. ഇനി അടുത്ത് ഇസൂസാണ് തോന്നുന്നു. ജിമ്നികളുടെ ഇതാണ്. ദൈവമേ വെള്ളം ഇങ്ങി വന്നു. നമുക്ക് നോക്കാം. ഇങ്ങോട്ടും ഇല്ലാതെ ഇങ്ങനെ നെറ്റോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത് ഗൈസ്. എന്തൊരു തൊരിഞ്ഞ വെയിലായത്. ഇത് സത്യം പറഞ്ഞ ഇതിനകത്ത് എവിടാണ് നല്ല ഒരു സ്പോട്ട് സത്യം. എന്തൊരു വെയിൽ. കണ്ണെല്ലാം കൂടെ നേരെ നോക്കാൻ പോലും വരുന്നില്ല. അയ്യോ, ഇവിടെ ഒരു കുന്നു പോലെ ഉണ്ട് ഗൈസ്. താണ്ട നമ്മുടെ ഒരു ക്രൂ മെമ്പർ പതിയെ ലല്ലല്ല പാടി താണ്ട് വരുന്നുണ്ട്. ചേട്ടാ, കടൽ കാറ്റിനുള്ളിൽ കനലായി തെരഞ്ഞു കറക്റ്റ് ഒരു അവർ കട്ടൊക്കെ ഉണ്ടല്ലേ. താണ്ട് ഗൈസ് ബോട്ടൊക്കെ ആർക്കറിയാം. ഇനി അതിന് കോപ്പിറൈറ്റ് അടിക്കുമോ? അങ്ങനെയാണെങ്കിൽ പൈസ എനിക്ക് അറിയണമെന്നോ? ഏത് അല്ല, ആ പാട്ട് പാടി ഞാനാവുന്നില്ലേ ഇതിനർത്ഥം? പിന്നെ ഇപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഗൈസ്. എന്തെങ്കിലുമൊക്കെ പറയണോ? എന്നാ ജഗത്തെ അയ്യോ, നമുക്ക് ആ ബോട്ട് ചെട്ടിട്ട് അവിടെ ഏത് സത്യം.
നമുക്ക് നല്ല അവിടെ വരെ പോയിട്ട് വരാം. എടാ താണ്ട അവിടെ ബോട്ടൊക്കെ ഉണ്ടോ? ബോട്ടിൻ്റെ ഒക്കെ 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. പിന്നെ അവിടെ ഒരു പോയിട്ട് അത് ഈ താളത്തല്ല ഇരുന്നോ അങ്ങോട്ട് കണക്കാൻ വേണ്ടി. അതൊക്കെ അവിടെ ഇരിക്കുക. എനിക്കിതൊരു സൂം തോന്നില്ല. എന്തോ ഈ വരുന്നല്ലേ ഇത് ലോങ് ഷൂട്ട് സൂപ്പറാണ്. കാരണം ഒരു ഞാൻ ഉദാഹരണം പറയട്ടെ, നമ്മുടെ മറ്റേ രാവണപ്രഭു സിനിമയ്ക്കകത്തെ മോഹൻലാലിൻ്റെ എൻട്രി വരുമ്പോൾ മങ്ങിയിട്ട് മറ്റേ ചീനവരെ പൊക്കുന്നതാ. ഏത് പറഞ്ഞ പോലെ താറ് വരുന്നു ഗൈസ്. വെള്ളം കിട്ടുമായിരുന്നു, കൊള്ളായിരുന്നു. കടയിലോട്ട് ആദ്യം ഈ വെള്ളം തീർത്ത് കൈ വല വലിക്കുന്ന ഒരു ചേട്ടനെ കിട്ടിയിരിക്കുന്നു. നമുക്ക് മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അടുത്തെന്താണ് ഇത് ഒട്ടിപ്പിടിക്കുന്ന മണ്ണാ? ഈ ചെരുപ്പിനകത്ത് ഒട്ടിയിരിക്കുക. എന്ത് എവിടെ? ഗൈസ് മീനുണ്ട് ഗൈസ്. വലക്കകത്ത് മീനുണ്ടായിരുന്നു. ഇതിനകത്തൂടെ നടക്കാനാണ് വയ്യാത്തത്. എത്ര നീളത്തിലടാ ഇത്? അതുകൊണ്ട് ആ വെള്ള സാധനം കിടക്കുന്നു, തെർമോക്കോൾ കിടക്കുന്നുണ്ടോ? ഒരൊറ്റ ഗിയറിലാണോ വണ്ടി വരുന്നത്? പറഞ്ഞേ ഇതിനപ്പുറം വണ്ടി കയറത്തി ചാടി വരിഞ്ഞ് കാണാൻ പോവാൻ. കടൽ ഭിത്തി പിന്നെന്ത് നോക്കാം അതിനകത്തെല്ലാം ഉണ്ടോ അറിയത്തില്ലല്ലേ. ഇത്രേ പൊങ്ങത്തുള്ളൂ. പൊങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നും ഇല്ലെന്ന് താക്കുക. ബുക്കും പേപ്പറൊന്നും ഇല്ലാത്തായാലും കുഴപ്പമില്ല. ആക്രി വണ്ടിയാണല്ലോ, ഇരുപത്താം തീയതി. എന്ത് സെറ്റപ്പ് ഇല്ലേ കമ്പ് കൊണ്ടൊക്കെ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു.
ചുറ്റും കടൽ, ചുറ്റും കടൽ. അവിടെ വലിയൊരു ഞണ്ടിരിക്കുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒത്തിരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലാണെങ്കിൽ ഫോണിൻ്റെ ചാർജ് എല്ലാം തീർന്നു പോയി. ഈ ഫോണിനകത്താണെങ്കിൽ ഒന്നാമത്തെ കാര്യം വീഡിയോ ഈ ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചാർജ് പെട്ടെന്ന് തീരും. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് കാണും. പിന്നെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി വീട്ടിൽ ഇനി എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.